ഫർസാന തുറക്കടി തുറക്കടി വാതില്. ഇയാള് കുടിച്ചിട്ടാണ് വന്നത്. എനിക്ക് വയ്യത് സഹിക്കാൻ. എന്റെ ജീവിതം തന്നെ മടുത്തു പോയിക്കളി. ഇവിടെ തുറക്കടി വാതില്. ഞാൻ ഇപ്പൊ ചവിട്ടി പോന്നു. ഒരാൾക്ക് തുറക്കാം. ഇയാളെ ആട്ട് കൊണ്ടുപോയി കൊണ്ടുകൊണ്ട് എനിക്ക് മതിയേക്കണ്. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണെന്ന് ഞാൻ ആലോചിക്കണം. റബ്ബേ, എന്നും നിങ്ങള് കുടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? എന്താടി എനിക്ക് തുറക്കാൻ ഇത്ര വൈകിയത്? ചിച്ചി എവിടെ നായ? റബ്ബേ, എന്താണ് സംഭവിക്കണത്? വിടടാ ഓണെ, ഓളെ വിടടാ. ഇത് ഞാനും എന്റെ ഭാര്യയും കൂടി എന്നത്തെ അവസ്ഥ തന്നെയാണ്. എനിക്ക് മതിയേക്കണ വരെ കൂടെ ജീവിച്ചിട്ട് എന്റെ മക്കളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് മതിയേക്കണ. ഞാൻ ജീവൻ അവസാനിപ്പിക്കാന്ന് വരെ ഞാൻ ചിന്തിച്ചിക്കണ. ഞാന് എനിക്ക് വെയ്യ വരെ കൂടെ ജീവിക്കാന് ഞാൻ പോവാണ് എന്റെ വീട്ടിക്ക്. ഇത് ഞാനും എന്റെ ഭാര്യയും കൂടി അതില് നിങ്ങൾ ഇടപെടണം. പോതല്ലേ? എന്താണ് നായജി പറയണത്? എവിടേക്കും പോണ്ട, നമ്മടെ കുട്ടി ഇവിടെ നിക്ക്. മോനെ കുടി മാറൂല്ലെന്ന് ഞമ്മക്കൊന്ന് നോക്കാം. ഈ മക്കളായിട്ട് ചെങ്ങണ്ടാവും പോണ്ടത്. ഒന്നാമത്തത് എന്റെ പെരക്കാരെ അന്വേഷിച്ചില്ല ഓനെ പറ്റിയിട്ട്. ഓന്റെ നല്ലപോലെ അന്വേഷിച്ചിട്ട് വേണ്ട പെൺകുട്ടികളെ ഇറക്കാന്. ഞങ്ങൾക്കും പറ്റിയ ഒരു തെറ്റ്. ഇനിയിപ്പോ ഓനെ നന്നാക്കാതെ ഇജ്ജ് എങ്ങോട്ട് പോണ്? അവിടെ നിക്ക്. ഓൻ നോക്കിയാലും നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം അന്നെ. ഇജ്ജ് എങ്ങോട്ട് പോവാനാണ് മോളെ? ഈ 3 മക്കളായിട്ട് ആര് നോക്കിച്ചിട്ടാണ്? ഇജ്ജ് എവിടേക്കും പോണ്ട, ഇവിടെ നിന്നോ. ഉമ്മ ഉള്ള കാലം വരെ ഉമ്മ നോക്കൂ, ഉമ്മയുടെ മരണം വരെ. ഒരു കാര്യം ഞാൻ പറയാം, നല്ലപോലെ നിന്നോ. ഇത് എന്റെ പെരയാണ്. ഇജ്ജ് ഓളെ വന്നിട്ട് കുടിച്ച് വന്നിട്ട് വല്ലതും കാട്ടുക പിടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ച് അന്നെ ഞാൻ പുറത്താക്കൂ. ഞാനാണ് പറഞ്ഞു തരുന്നത്. എന്റെ പെരയാണ്. ഇജ്ജ് ഇറങ്ങി തരേണ്ടി വരും. ഓളും മക്കളും ഇവിടെ നിൽക്കൂ. ഞാനാണ് പറഞ്ഞത്. ഇജ്ജ് നോക്കിക്കോ. ഇജ്ജ് നോക്കിക്കോ ചെക്ക, ഇജ്ജ് നോക്കിക്കോ. എന്നോടാണ് ഞാൻ പറഞ്ഞത്. ഈ ഇമ്മയാണ് പറഞ്ഞത്. മര്യാദക്ക് പറഞ്ഞത് കേട്ടത് ജീവൻ നിന്ന് അണക്കുന്നുണ്ട്. നാളെ കുടിച്ചിട്ടെങ്ങാൻ ഈ പടി ഇങ്ങോട്ട് കേറി വന്നാല് അന്നെ ഞാൻ അടിച്ചു പുറത്താക്കും. സോറി.